Good morning, guys. ഇന്ന് April 27, 2026. അപ്പോൾ ഇന്ന് ലീവ് ദിവസമാണ്. പിന്നെ ഞാനൊന്ന് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി നമുക്ക് ചെറിയ സ്കിൻ കെയർ നമുക്കൊന്ന് ഇതെൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. ഇന്ന് ആക്ച്വലി നല്ല സണ്ണി ഡേ ആണ്. ടുഡേസ് പ്ലാൻ ഈസ് ഇപ്പോൾ പോയിട്ടൊന്ന് ചായ കുടിക്കണം. ഹായ് ഗായ്സ്, അപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം ഫോണിൽ സ്റ്റോറേജ് ഫുള്ളായി. അത് കുറേ നേരം ഒന്ന് ഡിലീറ്റ് ആക്കി. ഞാൻ കഴിക്കുന്നു ബ്രെഡും പഴവും ടോസ്റ്റ് ചെയ്തത്. കിവി ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു തീർത്തു. ഞാനിത് കഴിക്കട്ടെ. എന്നിട്ടും മറ്റേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ സ്റ്റോറേജ് ഫുള്ളായി. അതായിരുന്നു ഡിലീറ്റ് ആക്കി. ഞാനിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചു, വീട്ടിലൊക്കെ വിളിച്ചു. അതിൻ്റെ ഇതാ അതിനിടയ്ക്ക് ഞാൻ ചെറിയൊരു ക്ലീനിങ്ങിനൊക്കെ പോയി. എന്നിട്ട് ഇത് കഴിക്കുന്നു. കുറച്ച് കരിഞ്ഞു പോയി, ഐ ഡോണ്ട് കെയർ. ഞാനിത് കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. ഇനി ഞാൻ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗം ഇങ്ങോട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. സോ ലെറ്റ്സ് ക്ലീൻ ഇറ്റ്. ആക്കിയിട്ട് കാണിച്ചു തരാം. അത്രയും നേരം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് പറയും ഇനി വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന്. സോ ഇത് ഞാനൊന്ന് ക്ലീനാക്കി ത്രോ മാറ്റണം. പിന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ. ഞാനിത് ഉള്ളതൊന്ന് അടുക്കി പെറുക്കി വെച്ചു തന്നുള്ളൂ. ആ ചെടി ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റും. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതാക്കി. ആൻഡ് സി അതിൽ കുഞ്ഞി കുഞ്ഞി ഇത് വന്നിട്ടുണ്ട്. ഞാൻ വെള്ളമൊക്കെ നനച്ചിട്ട് അവിടെ ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ബെഡിലിട്ടേക്കുന്ന സാധനങ്ങൾ മൊത്തം വൃത്തിയാക്കി എടുക്കണം. ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. സ്ഥലമുണ്ടായില്ല, ഫോണിൽ ഞാൻ കുറേ ഡിലീറ്റ് ആക്കി ഓണാക്കി. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇതാരാണ്? ഇതാണ് ഹരി. സോ ഇന്ന് ഞങ്ങൾ പോകാൻ പോണത് ഇൻസ്റ്റാകാർട്ട് വിടാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റാകാർട്ട് എന്ന് പറയുമ്പോൾ നാട്ടില് ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ബേസിക്കലി ബ്ലിങ്കിറ്റ് ഒക്കെ പോലെ ആണോ? ഓക്കെ. ഈ ഗ്രോസറി ഷോപ്പിംഗ് ആൾക്കാർക്ക് ചെയ്യാൻ സമയമില്ലാത്ത സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി ഗ്രോസറി പേഴ്സണൽ ഷോപ്പേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കും. നമുക്ക് അതിനൊരു എമൗണ്ട് നമുക്ക് കിട്ടും. ചുമ്മാ എന്താ പറയാ, ഇതിനു വേണ്ടി പോയപ്പോ ഈ സാധനം കിട്ടിയിട്ടുണ്ടായില്ല. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കും. അറിയില്ല എങ്ങനെയാണ്. 3 എണ്ണത്തിന് ഇറ്റ്സ് ലൈക്ക് ഓൾമോസ്റ്റ് $12. $12 നാട്ടിലത്തെ ഇന്ത്യൻ റുപ്പി വെച്ച് 750 രൂപ. 3 ഐസ്ക്രീമിന് നാട്ടിലത്തെ നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും എക്സ്പെൻസീവ്. $800 അടുത്ത് വരുന്നുണ്ട്. 800 രൂപയ്ക്ക് നമ്മളത് കമ്പയർ ചെയ്യാറില്ല. ഇപ്പൊ കമ്പയർ ചെയ്ത് നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. യെസ്, ദാറ്റ്സ് ഓൾമോസ്റ്റ് 300 rupees for one ഐസ്ക്രീം. ആൻഡ് ഭയങ്കര ഹൈപ്പ്. ഇവിടെ കിട്ടാനില്ലായിരുന്നു. ഞങ്ങൾ കുറെ അന്വേഷിച്ചു. ഇത് അന്വേഷിച്ച് പോയപ്പോൾ കിട്ടിയതല്ല, ചുമ്മാ അതിലൂടെ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പം വാങ്ങിക്കാന്ന് വിചാരിച്ചു. ഇതിൽ 3 എണ്ണേ ഉള്ളൂ. 2 ആളും ഉണ്ട്, ഒരെണ്ണം എനിക്കധികം. ഇതാ നൈസ് പാക്കേജിങ്. നല്ല ടേസ്റ്റ് ട്ടാ. ഓക്കേ, ഐ ആം എക്സൈറ്റഡ്. ഇത് 110 കാലറി ഉള്ളത്. ഇനി ആകെ 3 ബോക്സും കൂടി അവിടെ ബാക്കിയുള്ളൂ. നോ ഫ്രിഡ്ജില്. ഓ നൈസ്. Smells like mango.
ഭയങ്കര മധുരമൊന്നുമില്ല. പുറത്ത് ഭയങ്കര സോഫ്റ്റ് സാധനം വെച്ച് കുറച്ച് കട്ടിയുള്ള ചോക്കോബാർ ഒക്കെ പോലെ അതുപോലെ തന്നെ ആയിരിക്കുന്നത് തോന്നുന്നത്. നമ്മൾ കുറച്ച് നേരമായല്ലോ മേബി അത് മെൽറ്റ് ആയതുകൊണ്ടായിരിക്കും. ആക്ച്വലി റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ്. എനിക്ക് തോന്നുന്നു വെതർ കാരണമായിരിക്കാം. 14 ഡിഗ്രി. വാവ്. ഈ ഐസ്ക്രീമിനെ പറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഭയങ്കര സ്വീറ്റ് ആയിരിക്കുന്ന. ഇറ്റ്സ് നോട്ട് ദാറ്റ് സ്വീറ്റ്. ഹായ്. അങ്ങനെ ഞങ്ങൾ ഡോർഡാഷിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് വന്നു. ഞാൻ കുറച്ച് കഴിയുമ്പം ഓടാൻ പോകാമെന്ന് വിചാരിച്ചു. എന്നിപ്പം കുറച്ച് നേരം ഇപ്പം കിടക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ. സമയം ഇപ്പം 6 മണി കഴിഞ്ഞിട്ടുള്ള. എനിക്ക് നല്ല വെയിലുണ്ട് പുറത്ത്. ഇപ്പോൾ ഒരു 8 മണിയൊക്കെ ആകും സൺസെറ്റ് ആകാൻ വേണ്ടിയിട്ട്. സോ ഞാൻ വെച്ച് കുറച്ച് നേരം കിടക്കാൻ, എന്നിട്ട് കുറച്ച് നേരം പോയിട്ട് ഓടിയിട്ട് വരാമെന്ന്. നമ്മളെക്കാളും വലുത്. ഹായ്. സോ ഇന്ന് വൈകുന്നേരം ജസ്റ്റ് ചുമ്മാ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി ഒരു 7:30 കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഒരു സൺസെറ്റ് കാണാൻ പോയി. ഞാൻ പറഞ്ഞത് സണ്ണി ഡേ ആയിരുന്നു. ആൻഡ് സൺസെറ്റ് വാസ് അടിപൊളി. അങ്ങനെ സൺസെറ്റ് കാണാൻ പോയപ്പോൾ ഒരു ഡോർഡാഷിൻ്റെ സാധനം കിട്ടി. അങ്ങനെ പോയി ആൻഡ് തിരിച്ചു വന്നു. ഒരു റാപ്പ് ഉണ്ടാക്കി കഴിച്ചു. അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ബിക്കോസ് ഞാൻ എപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഒരു സംഭവത്തേക്ക് ഞാൻ മറക്കും. അപ്പം ഞാനതെടുത്തില്ല. ആൻഡ് ഇപ്പം ഞാൻ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി കുറച്ച് ചില്ലറ പരിപാടിയുണ്ട്. ആൻഡ് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ നാളെ പണിക്ക് പോകണം. എനിക്കാണ് വിശേഷം. ആൻഡ് മറ്റന്നാൾ ഞങ്ങളൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. ഐ തിങ്ക് ഐ വിൽ ടേക്ക് എ വീഡിയോ. ചെറിയൊക്കെ എൻ്റെ ഒരു സ്ഥലത്ത് പോകണം. അതൊരു 3-4 മണിക്കൂറുള്ള ഒരു റോഡ് കാർ ഡ്രൈവാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷം. അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസ് പരിപാടീസൊക്കെ ഉണ്ട്. അപ്പം ബൈ, ഗുഡ് നൈറ്റ്. ഇനി ഞാൻ ഇന്ന് പോയി കുളിച്ച് കിടന്നുറങ്ങും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ.